നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ജൂൺ 1 മുതൽ 30 വരെ, അതായത് ഇടവം 18 മുതൽ മിഥുനം 16 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശിസഞ്ചാരം അവലംബിക്കുന്നു. വിദ്യാർത്ഥികൾക്കും ജോലി തേടുന്നവർക്കും വളരെ അനുകൂലമായ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന മാസമാണ്. ജൂൺ മാസം 15 വരെ അല്പം അസ്വസ്ഥതകൾ കാണുന്നുണ്ടെങ്കിലും മാസാവസാനവും തുടർ മാസങ്ങളിലുമുള്ള വിജയവും തുടർ പഠന സാധ്യതകളും ജോലി കർമ്മമണ്ഡലവുമായി ബന്ധപ്പെട്ട മികച്ച അവസരങ്ങളും സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് നേടിത്തരുന്നു. ജോലിക്കാർക്ക് ദൂരസ്ഥാനങ്ങളിലേക്ക് ഉള്ള സ്ഥലം മാറ്റവും അമിത ജോലിഭാരവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാമെങ്കിലും പുതിയ സൗഹൃദങ്ങളും ജീവിതാന്തരീക്ഷവും മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളും നിങ്ങളിൽ ജീവിതത്തിൻ്റെ കൂടുതൽ പ്രതീക്ഷകൾ നേടിത്തരുന്നതായി കാണുന്നു. കുടുംബത്തിലുള്ള സ്ത്രീജനങ്ങൾക്ക് ജോലി, ബിസിനസ് സംബന്ധമായ വരുമാനം, സാമൂഹികമായ സൽപ്പേര് തുടങ്ങിയവ വന്നുചേരുന്നതായി കാണുന്നുണ്ട്. മാതൃപിതൃസ്ഥാനത്തുള്ളവർ മുഖേനയുള്ള സാമ്പത്തികപരമായ ഉണർവ് ഗൃഹത്തിലെ മുതിർന്ന പൗരന്മാർ, വയോജനങ്ങൾ എന്നിവർക്ക് സുദൃഢമായ ബന്ധം തന്നെ കുടുംബത്തിൽ നേടിത്തരുന്നു. കൂടാതെ മുതിർന്നവരുടെ യഥാസമയത്തുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുക വഴി നിങ്ങൾക്ക് ജീവിതത്തിലെ പ്രയാസമേറിയ സന്ദർഭങ്ങളിൽ വളരെ എളുപ്പത്തിൽ പ്രശ്നങ്ങളെ നേരിടുവാൻ സാധിക്കുന്നു. അധ്യാപകർക്ക് വളരെ നല്ല സമയമാണിത്. കൂടാതെ ബാങ്കിങ്, പണമിടപാടുമായി ബന്ധപ്പെട്ട കർമ്മമണ്ഡലങ്ങൾ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം മാനസിക സംഘർഷങ്ങൾ വരുന്നതാകയാൽ ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ മുൻകരുതൽ എടുക്കുന്നത് അഭികാമ്യമാണ്. ഇനി ടെലികമ്മ്യൂണിക്കേഷൻസ്, വർക്ക്ഷോപ്പ്, റിപ്പയറിംഗ്, സർവീസിംഗ് എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അനാവശ്യമായ വിഷമതകൾ നിങ്ങളെ അലട്ടുന്നതായി കാണുന്നു. അകാരണമായ ഭയം, ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവ അനുഭവയോഗ്യമായതുകൊണ്ട് തന്നെ നിങ്ങൾ യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ആരോഗ്യകരമായ ജീവിതചര്യ ശീലമാക്കേണ്ടത് അനിവാര്യമാണ്. ഇനി നിർമ്മാണ പ്രവർത്തന മേഖലകൾ, ക്വാറി, ഖനനം തുടങ്ങിയ കഠിനാധ്വാനത്തിലേർപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക മേഖല താൽക്കാലികമായി ദുർബലമാണെങ്കിലും ക്രമാനുഗതമായതും അനുസ്യൂതവുമായ വളർച്ച പ്രാപ്തമാകുന്നതുമാണ്. അഡ്മിനിസ്ട്രേഷൻ ജോലികൾ, പോലീസ്, സൈന്യം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകൾ, ആദരവ്, പ്രശംസാപത്രങ്ങൾ എന്നിവയും ശമ്പള വർധനവ്, ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സ്ഥലം മാറ്റം, ആനുകൂല്യങ്ങൾക്കുള്ള അർഹതയും ഫലാർഹമാണ്. നിങ്ങൾക്കുണ്ടാകുന്ന കർമ്മമണ്ഡലങ്ങളിലെ വളർച്ച കുടുംബാംഗങ്ങൾക്കെല്ലാം തന്നെ അഭിമാനവും സന്തോഷജനകവും ആയിത്തീരുന്നു. സാമൂഹികമായുള്ള കർമ്മങ്ങളിൽ ഇടപെടുന്നതിലൂടെയും നിങ്ങൾക്കുണ്ടാകുന്ന സ്ഥാനവും പൊതുജന സമ്മതിയും നിങ്ങളെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. വിദേശത്ത് നിന്നുള്ള ബന്ധുക്കളിലൂടെയോ സുഹൃത്തുക്കളിലൂടെയോ ഉള്ള ജീവിത നേട്ടങ്ങൾ, പുരോഗതി എന്നിവ കാണുന്നുണ്ട്. അതിനാൽ തന്നെ വിദേശത്തേക്ക് പരിശ്രമിക്കുന്നവരാണെങ്കിൽ ആഗ്രഹ സഫലീകരണം കാണുന്നു. വിദേശത്ത് നിന്നും നാട്ടിലേക്ക് വരുന്നവരാണെങ്കിൽ പുതിയ സംരംഭങ്ങൾ നാട്ടിൽ തന്നെ ആരംഭിക്കുവാനും വിജയിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിങ്ങൾക്ക് വിദേശത്തുള്ള ജോലി ശോഭനമാണെന്നാണ് കാണുന്നത്. ഇനി ത്വക്ക്, അലർജി സംബന്ധമായ രോഗങ്ങളുള്ളവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണിത്. കൂടാതെ തൊണ്ട, ദഹന സംബന്ധമായ അസുഖങ്ങൾ നിങ്ങളെ അലട്ടിയേക്കാമെന്നതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യങ്ങളിലുള്ള അവഗണന അഭിലഷണീയമല്ല. കുടുംബാംഗങ്ങൾക്ക് പൊതുവെ ആരോഗ്യകരമായി അനുകൂല സമയമാണ്. ഇനി മാതൃപിതൃഭാവത്തിലുള്ളവർക്കാണെങ്കിൽ ആരോഗ്യപരമായി വളരെയധികം മെച്ചപ്പെട്ട സമയമാണ്. കൂടാതെ സഹോദരങ്ങൾ, സഹോദര സ്ഥാനത്തുള്ളവർ മുഖേനയുള്ള സഹായങ്ങൾ കാണുന്നതിനാൽ തന്നെ അവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രണയബന്ധങ്ങളിലുള്ളവർക്ക് വിവാഹം കുറച്ച് വൈകിയേക്കാം എന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും കൈവരുന്ന അവസരമായി കണ്ട് തങ്ങളുടെ കർമ്മമേഖലകളിൽ മുന്നോട്ട് പോകാവുന്നതാണ്.
ഉപരിപഠനത്തിന്, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കെല്ലാം തന്നെ തങ്ങളുടെ ആഗ്രഹാഭിലാഷങ്ങൾ നിറവേറുന്ന സമയമാണ്. ജീവിത പങ്കാളിയിലൂടെയോ ജീവിത പങ്കാളിയുടെ കുടുംബാംഗങ്ങളിലൂടെയോ നിങ്ങൾക്ക് വരുന്ന ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് തുടർ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ലഭ്യമാക്കുന്നു. പരസ്പരം മനസ്സിലാക്കിയുള്ള വളരെ സുദൃഢമായ ദാമ്പത്യബന്ധം നിങ്ങൾക്ക് യോഗമാണ്. സൽസന്താനങ്ങളിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷവും സമാധാനവും മുഖേന കുടുംബത്തിലാകെ ഉത്സവ പ്രതീതി ഉണ്ടാവുന്നതായി കാണാം. സന്താനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങളും വളരെ എളുപ്പത്തിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യവും ഉള്ളത് നിങ്ങളെ ഉന്മേഷവാനാക്കുന്നു. നിങ്ങളുടെ സന്താനങ്ങളെക്കുറിച്ച് സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാനിടവരുന്നു. അടുത്ത ബന്ധുക്കൾ, മിത്രങ്ങൾ എന്നിവരിലൂടെയുള്ള ചില പ്രശ്നങ്ങൾ, വഞ്ചന എന്നിവയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ നിങ്ങളുമായി വളരെ അടുത്ത് ഇടപെടുന്നവരെ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ അനാവശ്യമായ സൗഹൃദങ്ങൾ നിങ്ങളെ അബദ്ധത്തിൽ കൊണ്ടുചെന്നെത്തിച്ചേക്കാം. അതീവ ശ്രദ്ധ വളരെയധികം ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നതായി കാണുന്നു. കുറേ നാളുകൾക്ക് ശേഷം നിങ്ങളുടെ നാട്ടിലോ ഗൃഹത്തിനടുത്തുള്ളതോ ആയ ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളിലോ കുടുംബക്ഷേത്രങ്ങളിലെ പരിപാടികളിലോ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കൈവരുന്നു. കല, സിനിമ, സാഹിത്യം എന്നീ മേഖലകളിലുള്ളവർക്ക് ഇത് സുവർണ കാലമാണെന്ന് പറയാവുന്നതാണ്. വളരെ വലിയ വിജയസാധ്യതകളുള്ള പ്രോജക്റ്റുകൾ നിങ്ങളെ തേടി വരുന്ന സമയമാണ് എന്നതിനാൽ തന്നെ വളരെ ശ്രദ്ധയോടെയുള്ള തിരഞ്ഞെടുപ്പ് നിങ്ങളെ ശാശ്വതമായ വിജയത്തിലേക്കും പ്രശസ്തിയിലേക്കും നയിക്കുന്നു. ഇനി രാഷ്ട്രീയം, രാജ്യസേവനം നടത്തുന്നവർ, പൊതുപ്രവർത്തകർ എന്നിവർക്ക് തങ്ങളുടെ കർമ്മമണ്ഡലങ്ങളിലെ ഏറ്റവും മഹത്തായ ഒരു കാലമാണെന്ന് തന്നെ പറയാവുന്നതാണ്. ദേശീയമായി പ്രാധാന്യമുള്ള വിവിധങ്ങളായ മേഖലകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു. നിങ്ങളുടെ സമൂഹത്തിലെ സ്വാധീനം മൂലം നിർണയിക്കപ്പെടുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ മറ്റുള്ളവർക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ജനപിന്തുണയും സ്നേഹവും ആദരവും ലഭിക്കുന്നു. ഇത് നിങ്ങൾക്കുള്ള പ്രാധാന്യത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ഇനി കാർഷിക രംഗത്തുള്ളവർക്ക് ചില്ലറ നഷ്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും പൊതുവെ നിങ്ങളുടെ സാമ്പത്തിക രംഗം തൃപ്തികരമാണ്. ഓട്ടോമൊബൈൽ, ജലം, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ ഏർപ്പെട്ടവരാണെങ്കിൽ അപ്രതീക്ഷിതമായ ബിസിനസ് നേട്ടങ്ങളുടെ കാലമാണ് ഇത്. തങ്ങളുടെ ജോലി, ബിസിനസ് എന്നിവ കൂടുതൽ സാധ്യതകളിലേക്ക് മുന്നേറുന്നതായി കാണുന്നു. ഇനി ജ്യോതിഷം, ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുള്ളവർ, ഡോക്ടർമാർ തുടങ്ങിയവർക്ക് തങ്ങളുടെ കർമ്മമണ്ഡലങ്ങളിൽ എക്കാലത്തെയും കൂടുതൽ മികച്ച നേട്ടങ്ങൾ ലഭിക്കുന്നതായാണ് തെളിയുന്നത്. എന്നാൽ വളരെയധികം ജോലിഭാരം നിങ്ങളെ തളർത്തുന്നതായി കാണുന്നതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ആവശ്യത്തിന് വിശ്രമം സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇനി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ: സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടുന്ന സമയമാണിത്. ഏത് കാര്യത്തിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നന്നായി ആലോചിച്ചു മാത്രം തീരുമാനിക്കുന്നത് ഗുണം ചെയ്യുന്നു. കൂടാതെ വൈകാരികമായി പെട്ടെന്ന് ഒന്നും തന്നെ ചെയ്യാതിരിക്കുക. ജോലിസ്ഥലത്തായാലും കർമ്മമണ്ഡലങ്ങളിലായാലും വരുന്ന മാറ്റങ്ങളിലെല്ലാം തന്നെ ഉൾക്കൊള്ളുവാനും ഉചിതമായ കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ: വഴിപാടുകൾ. സാധിക്കുമ്പോഴെല്ലാം തിങ്കളാഴ്ച വ്രതമെടുക്കുന്നത് വളരെ ഉത്തമമാണ്. കൂടാതെ ശാസ്താക്ഷേത്ര ദർശനം നടത്തി നിങ്ങളുടെ കൈകൊണ്ട് നെയ്യൊഴിച്ച് വിളക്ക് തെളിയിക്കുന്നതും എള്ളുതിരി കത്തിക്കുന്നതും ഗുണഫലാർഹം തന്നെയാണ്. മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂക്തം നടത്തുന്നതും വളരെ ഉത്തമമായി കാണുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാനലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം,
സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ കർമ്മ ഗ്രഹ രാശി നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.